ഇന്റർനെറ്റിന്റെ സ്പീഡ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തൻസീർ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾക്ക് ആ ഒരു വീഡിയോ വളരെയധികം പ്രയോജനപ്രദമായിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഒരുപാട് ആളുകൾ നല്ല നല്ല കമന്റുകൾ ആ വീഡിയോക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ കമന്റിൽ ചോദിച്ച ഒരു ചോദ്യം, വൈഫൈയുടെ സ്പീഡും ഇതുപോലെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്ന്. തീർച്ചയായിട്ടും സാധിക്കും. അതിനായിട്ടൊരു സെറ്റിങ്സ് ഉണ്ട്. വൈഫൈ ഓൾറെഡി സ്പീഡുള്ള ഒരു സംഭവം തന്നെയാണ്. എന്നാലും നിങ്ങൾ ഉപയോഗിക്കുന്ന വൈഫൈക്ക് സ്പീഡ് കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിങ്സ് നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. വൈഫൈയുടെ സ്പീഡും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ ബാറ്ററിയുടെ ചാർജ് കുറയുന്നതും നിങ്ങൾക്ക് തടയാനും സാധിക്കും. ഏതാണ് ആ സെറ്റിങ്സ്, എവിടെയാണ് ആ സെറ്റിങ്സ് ഉള്ളത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ എബൌട്ട് ഫോൺ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ തന്നെ ബിൽഡ് നമ്പർ എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ 7 തവണ തുരുതുരെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്കങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം. അങ്ങനെ പ്രസ് ചെയ്താൽ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ഏതാണ് അത് ചോദിക്കും. ഇവിടെ ഞാൻ പാറ്റേണിലാണ് ലോക്ക് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യും. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. വീണ്ടും ഒന്നുകൂടി ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബൌട്ട് ഫോണിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഒരു പുതിയൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിൽ ഒരു സെർച്ച് ബാർ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വൈഫൈ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. അപ്പോൾ വൈഫൈയുടെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും വൈഫൈ സ്കാൻ ത്രോട്ടിംഗ് എന്ന ഈ ഒരു ഓപ്ഷൻ. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ആ ഒരു ഓപ്ഷൻ ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് റെഡ്യൂസ് ബാറ്ററി ഡ്രൈൻ ആൻഡ് ഇംപ്രൂവ് നെറ്റ്വർക്ക് പെർഫോമൻസ് എന്ന്. ഇത് ഓണിൽ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരുന്നത് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ വൈഫൈ നെറ്റ്വർക്ക് പെർഫോമൻസ് വർദ്ധിപ്പിക്കാനും സാധിക്കും. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു മൊബൈൽ എടുക്കുകയാണ്. ഇതിൽ റിയൽമിയുടെ മൊബൈലാണ്. ഇതിൽ സെറ്റിംഗ്സിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് മറ്റൊരു മൊബൈലും കാണിക്കുന്നത്. മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ എബൌട്ട് ഡിവൈസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേർഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വേർഷൻ നമ്പർ എന്ന ഓപ്ഷനിൽ 7 പ്രാവശ്യം തുരുതുരെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ മൊബൈലിൻ്റെ സ്ക്രീൻ ലോക്ക് ചോദിക്കും. ഞാനിവിടെ പിൻ നമ്പർ വെച്ചിട്ടാണ് ലോക്ക് ചെയ്തിട്ടുള്ളത്. ആ പിൻ നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. എന്നിട്ട് ഒന്നുകൂടി ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സിസ്റ്റം ആൻഡ് അപ്ഡേറ്റ്സ് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ നമുക്ക് ഏറ്റവും മുകളിൽ സെർച്ച് ബാർ കാണാനേ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതിനായിട്ട് നമ്മൾ ആ ഒരു ഓപ്ഷൻ സ്ക്രോൾ ചെയ്ത് എടുക്കണം. നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും നേരത്തെ നമ്മൾ എടുത്ത ഓപ്ഷൻ വൈഫൈ സ്കാൻ ത്രോട്ടിംഗ് എന്ന ഓപ്ഷനാണ്. കുറച്ചുകൂടി താഴേക്ക് വരാം. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും വൈഫൈ സ്കാൻ ത്രോട്ടിംഗ്. ഇത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെയും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് റെഡ്യൂസ് ബാറ്ററി ഡ്രൈൻ ആൻഡ് ഇംപ്രൂവ് നെറ്റ്വർക്ക് പെർഫോമൻസ് എന്ന്. ഓക്കെ, അപ്പോൾ ഡെവലപ്പർ ഓപ്ഷനിൽ തന്നെ ഓരോ മൊബൈലിലും ഓരോ രൂപത്തിലാണ് ഈ സെറ്റിങ്സ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് 2 മൊബൈലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. നിങ്ങളുടെ മൊബൈലിലും ഈ ഒരു സെറ്റിങ്സ് എടുത്തിട്ട് അത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വൈഫൈക്ക് സ്പീഡ് കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.